ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ നല്ല ദിവസവും ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ തിരുമുഖം അന്വേഷിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൽ പ്രിയം വെച്ച് ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ, ദൈവവചനം ജീവൻ്റെ ആധാരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുന്ന, വചനം കേൾക്കാൻ ഏറ്റവും താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ, നമ്മുടെ കർത്താവിനെ, നമ്മുടെ രക്ഷിതാവിനെ ഞാൻ ഒത്തിരി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മെ നിറയ്ക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും ഇരിക്കുന്നവർക്കായി കർത്താവിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ ദൈവത്തിൻ്റെ ആലോചനയുടെ കവാടങ്ങൾ തുറന്നു തരുന്ന ദൈവാദി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഹൃദയസ്ഥമാക്കി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഇയ്യോബിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇയ്യോബ് 8:21. വാക്യം ഇങ്ങനെയാണ്: ദൈവം ഇനിയും നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ഒന്നോടെ വായിച്ചിക്കാം. ദൈവം ഇനിയും നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ പ്രത്യേകത എത്രയോ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി ആവർത്തിക്കേണ്ട ആവശ്യം ഇല്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ആ പ്രയത്നത്തിലേക്ക് മുതിരുന്നില്ല. ഇയ്യോബിനെ അടകല്ലിൽ വെച്ച് ഇരുമ്പ് അടിക്കുന്നത് പോലെ സ്നേഹിതന്മാരായി വീട്ടിൽ വന്നിരിക്കുന്ന ആളുകൾ സാത്താൻ്റെ പ്രേരണയിൽ ഇയ്യോബിനെ ചതയ്ക്കുകയാണ്. ഓരോ അധ്യായത്തിനകത്തും കുറ്റം പറഞ്ഞ് മനസ്സ് തകർത്ത് ഇയ്യോബിനെ കുറ്റവാളിയെപ്പോലെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട്, ദൈവം നീതിമാനാണ്, അത് 100% ശരി, അപ്പോൾ തന്നെ നീതിമാനായ ദൈവം ഇയ്യോബിനെ ശിക്ഷിക്കുകയാണ്, ഇയ്യോബിൻ്റെ മക്കളെ ശിക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. ഇയ്യോബിൻ്റെ കാതുകൾക്കകത്തത് കേൾക്കുമ്പോൾ നിഷ്കളങ്കനും നേരുള്ളവനും നിർദോഷിയും ദോഷം വിട്ടകലുന്നവനെന്ന് സ്വർഗത്തിലെ ദൈവം സാക്ഷീകരിച്ച ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് കുറ്റം ചാർത്തുക എന്ന ഒരു പ്രയോഗം വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. കുറ്റം ചാർത്തുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചേർന്ന് ചെയ്യാത്ത കാര്യങ്ങൾ തലയിൽ കെട്ടിവെക്കുക എന്ന് പറയില്ലേ, അതാണ് ഏറ്റവും സങ്കടകരം, ഏറ്റവും വേദനാജനകം. ഒരു കുറ്റം ചെയ്തതിന് ശിക്ഷ വാങ്ങിക്കുന്നത് ലജ്ജയാണ്, വേദനയാണെങ്കിലും അതിനകത്ത് ക്രൂശിലെ കള്ളൻ പറഞ്ഞതുപോലെ നാം തക്കതായത് ചെയ്തതുകൊണ്ട് ഈ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ ദോഷമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സ് പറയും, മറ്റുള്ളവർ പറയും ചെയ്തതുകൊണ്ടാണ്. മനസ്സാക്ഷിക്കകത്ത് ശിക്ഷ എപ്പോഴും വേദനാജനകമാണെങ്കിലും ഒരു ന്യായം, ഒരു രീതി നമ്മുടെ മനസ്സിനകത്ത് കാണും. എന്നാൽ ഒരിക്കൽ പോലും ചിന്തിക്കാത്തതും ഒരിക്കൽ പോലും പറയാത്തതും ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്തതുമായിരിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നതാണ് ഏറ്റവും വേദനാജനകം. മനുഷ്യനെ സംബന്ധിച്ച് ആത്മഹത്യയിൽ വരെ എത്തിച്ചേർന്നിട്ടുള്ള ഗുരുതരമായിരിക്കുന്ന ഒരു പ്രശ്നമാണ് ചെയ്യാത്ത കുറ്റങ്ങൾ കെട്ടിയേൽപ്പിച്ച്, കുറ്റം ചാർത്തി, കുറ്റം ചുമത്തി എന്നൊക്കെ പറയുന്ന വാക്ക്. നമ്മുടെ കർത്താവിൻ്റെ മേൽ ഒത്തിരി അവർ കടസാക്ഷികൾ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു. ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ്. ഇന്നത് പറയുമ്പോഴും എത്രയോ കുടുംബങ്ങൾക്കകത്ത് സാത്താൻ ഉപയോഗിക്കുന്ന ഗംഭീരമായിരിക്കുന്ന ആയുധമാണത്. ചെയ്യാത്ത കാര്യങ്ങൾ, ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ, കുറ്റം ചെയ്തിട്ടില്ലാത്തവരെ കുറ്റവാളികളാക്കി മാറ്റുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പരീശന്മാരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, കുറ്റം ചെയ്യാത്തവരെ നിങ്ങൾ കുറ്റവാളികളാക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇത് മനുഷ്യൻ്റെ പ്രകൃതമാണ്, ലോകത്തിൻ്റെ സംഭാവനയാണ്. തെറ്റ് ചെയ്യാത്തവരെ കാര്യമറിയാതെ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കുന്നത്. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഇവിടെ കോടതി പോലും വിധിച്ചത് പിന്നത്തേതിൽ മാറി മറിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും പിന്നത്തേതിൽ തിരിഞ്ഞു വന്നിരിക്കുന്ന കുറ്റവാളിയല്ല എന്ന് ബോധ്യമാക്കിയ കേസുകളുണ്ട്. കുറേ കാലങ്ങൾ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ പാവമായിരുന്നല്ലോ എന്ന്. അപ്പോഴത്തേക്കും ഒരുപക്ഷെ മനുഷ്യൻ്റെ ഓജസ്സും തേജസ്സൊക്കെ വറ്റിയിരിക്കും, പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടിരിക്കും, ശക്തി കുറഞ്ഞിരിക്കും, ജീവിതം തീർന്നിരിക്കും. ചിലരൊക്കെ വേദന കൊണ്ട് നേരത്തെ മരിച്ചു പോയിരിക്കും.
ഈ തന്ത്രം സാത്താൻ ലോകത്തിൽ മനുഷ്യൻ്റെ ഇടയിൽ ഉപയോഗിപ്പാൻ ചിലരെ പ്രത്യേകം കച്ചകെട്ടി ഇറക്കും. ഇയ്യോബിൻ്റെ വീട്ടിൽ 3 പേരെയാണ് വാളും പിടിച്ചു നിൽക്കുന്ന സൈന്യത്തെ പോലെ ഇയ്യോബിൻ്റെ മേൽ കുറ്റാരോപണം നടത്തി വേദനിപ്പിക്കാൻ, തനിക്കുള്ള നഷ്ടങ്ങൾ, തൻ്റെ ശാരീരിക രോഗങ്ങൾ, മനപ്രയാസങ്ങൾ, കൺമുമ്പിൽ വെച്ച് ശത്രു കൊയ്തുകൊണ്ടു പോകുന്ന വലിയ വലിയ നന്മകൾ, ഇതെല്ലാം ഏറ്റവും വേദനയായിരിക്കുമ്പോൾ അതിനേക്കാളൊക്കെ അദ്ദേഹത്തെ നൊമ്പരപ്പെടുത്തിയത് ഈ പ്രവണതയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ 8-ാമത്തെ അധ്യായം ബിൽദാദ് എന്ന് പറയുന്നൊരു സ്നേഹിതൻ ഇയ്യോബിനോട് വളരെ സുന്ദരമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ആ അധ്യായത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, നിൻ്റെ പിള്ളേരെല്ലാം മരിച്ചു പോയത്, ചത്തുപോയത് അവർ ചെയ്ത കുറ്റം കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. പിള്ളേർ സംഭവിച്ചത്, കുടുംബത്തിന് നേരിട്ടത് കുറ്റം ചെയ്തതുകൊണ്ടാണ്, നീ തെറ്റ് ചെയ്തതുകൊണ്ട്, നിൻ്റെ പിള്ളേർ തെറ്റ് ചെയ്തുകൊണ്ട് ദൈവം ശിക്ഷിക്കുകയാണ് എന്ന് വരുത്തി തീർക്കുന്നു. അങ്ങനെ പറഞ്ഞ് വേദനയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വായിച്ച 21-ാം വാക്യത്തിനകത്ത്, അറിഞ്ഞോ അറിയാതെയോ ഇയ്യോബിൻ്റെ മുമ്പിൽ ബിൽദാദ് ഒരു സത്യം പറയുകയാണ്. എന്താണ് സത്യം? അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവം ഇനിയും നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ, വേദപുസ്തകത്തിൽ വചനമായി വന്നിരിക്കുന്നതാണല്ലോ ഇത്. അദ്ദേഹം പറയുകയാണ്, ഇയ്യോബേ, ഇപ്പോൾ ഈ കഷ്ടവും പ്രയാസമൊക്കെ ഉണ്ട്, നിനക്ക് ദുഃഖമാണ്, സഹിക്ക വയ്യാത്ത വേദനയുണ്ട്, എല്ലാം നഷ്ടമാണ്, നിന്നെ എല്ലാവരും ഇട്ടിട്ട് പോയി, മരണം താണ്ഡവനൃത്തമാടി എല്ലാം നഷ്ടപ്പെടുത്തി, നീ തന്നെ ഒതുങ്ങിപ്പോയി, നീ നിസ്സഹായനായിപ്പോയി, രോഗിയായിപ്പോയി, മനോഭാരം കൊണ്ട്, വേദന കൊണ്ട് നിൻ്റെ ഉള്ളം തകർന്നു പോയി. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നു, ദൈവം ഇനിയും നിൻ്റെ വായിൽ ചിരി നിറയ്ക്കും, നിൻ്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ചിരി നിറയ്ക്കുന്ന ദൈവം. സംഭവിച്ചോ? അത് നിശ്ചയമായും അവസാന അധ്യായത്തിലേക്ക് എത്തുമ്പോൾ സംഭവിച്ചല്ലോ. ജീവിതത്തിൽ ഇന്ന് കരയാൻ മാത്രം വിധിക്കപ്പെടുകയും ഇന്ന് ദുഃഖിക്കാൻ മാത്രം എണ്ണപ്പെടുകയും ചിരിക്കാൻ നോക്കിയാലും ചിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനോദുഃഖങ്ങൾ വലിയ കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ചിരിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ ഏറ്റവും കഥനമായ ഭാരങ്ങളുടെ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവെഴുത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഈ സത്യം ഇന്ന് രാവിലെ എൻ്റെ കണ്ണിൽ പെടുകയല്ല, ദൈവം കണ്ണിൽ പെടുത്തി. എന്നിട്ട് നിങ്ങളിൽ ചിലരോട് ശക്തമായി പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു. ഇന്ന് കുറ്റം ചാർത്തപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പോലെ, മറ്റുള്ളവരുടെ നടുവിൽ കുറ്റവാളിയെപ്പോലെ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പ്രാർത്ഥിക്കുന്നവരും പ്രവചിക്കുന്നവരും പോലും പറയാൻ പറ്റാത്ത രീതിയിൽ സമസ്യയും മരീചകയും പോലെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് എന്ന് ചോദിച്ച് ചിരി നിന്നുപോയ, മനപ്രയാസങ്ങൾ മാത്രം ബാക്കിയാക്കിയ, ഒരിക്കൽ പോലും ഒരാഘോഷത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റാതെ വീട്ട് വിളക്ക് കെട്ടുപോയതുപോലെ അണഞ്ഞിരിക്കുന്ന, കരിന്തിരി കത്തിയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവരോട് ശത്രു ഒരിക്കലും സത്യം പറയാറില്ല, കുറ്റം മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ സന്ദേശത്തിന് ഇങ്ങനൊരു തലക്കുറിമാനം കൊടുത്തത്. ശത്രു സത്യം പറയുമ്പോൾ ചില വേളയിൽ സ്വർഗത്തിലെ ദൈവം ശ്രദ്ധിച്ചിരുന്നാൽ കുറ്റം പറയുന്നവനെ കൊണ്ട്, ഒതുക്കാൻ വേണ്ടി നിൽക്കുന്നവനെ കൊണ്ട്, ഒരിക്കലും വളർത്തില്ലാത്തവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാറുണ്ട് ദൈവം. അത് തന്നെ വേദപുസ്തകത്തിലൊരു പ്രഭാഷണ വിഷയമായി മാറ്റിവെക്കാം. ഇന്ന് ദൈവാത്മാവ് പറയുകയാണ്, ഇനിയും നിൻ്റെ വായിൽ ചിരി നിറയ്ക്കും. ഇനി ചിരിക്കാൻ അവകാശമുണ്ടാകില്ല, ചിരിക്കില്ല. ചിരിക്കുക എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായിട്ട് ഒരു നടനമായ നിലവാരത്തിൽ അവതരിപ്പിക്കുന്ന ഒന്നല്ല. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വരമാണ്, ഒരു ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രസാദമാണ് ചിരിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത്. മറ്റു തരം ജീവിജാലങ്ങൾക്കൊന്നും അതില്ലെന്നാണ് മനുഷ്യൻ പറയുന്നത്. വേദപുസ്തകത്തിനകത്ത് 22 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് ചിരിയെക്കുറിച്ച്. വേദപുസ്തകം അതിനെ അംഗീകരിക്കുന്നു, അനുവദിക്കുന്നു. ദൈവം പോലും സ്വർഗത്തിൽ ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം,
ചിരി നിന്നുപോയ കുടുംബത്തിൽ, ചിരി തീർന്നുപോയ ഭവനത്തിൽ, ഇനി ചിരിക്കാൻ പറ്റത്തില്ലെന്ന് ശത്രു വാ മൂടിക്കെട്ടിയ വിഷയത്തിൽ എൻ്റെ കർത്താവ് ഇയ്യോബിനോട് പറഞ്ഞ വാക്ക് പറയുന്നു, ഇനിയും നിൻ്റെ അധരത്തിൽ ചിരി ഉണ്ടാകുമെന്നല്ല, ചിരി നിറയ്ക്കുമെന്ന്. യേശുവിൻ്റെ നാമത്തിൽ അത് ഫലിക്കട്ടെ. കർത്താവിൻ്റെ ശക്തിയോടെ ഞാൻ വിളിച്ചു പറയാം, നിൻ്റെ അധരത്തിൽ ചിരി നിറയ്ക്കാൻ ദൈവം വിശ്വസ്തനായിരിക്കയാൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവ് ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് ഇനി ഒരിക്കലും ചിരിക്കരുത് എന്ന് പറഞ്ഞ് വലിയ മതിൽ കെട്ടി അടച്ചിരിക്കുന്ന വിഷയം കൂടിക്കാണാൻ അനുവദിക്കാതെ, വിളിച്ചാൽ പോലും മിണ്ടാൻ സമ്മതിക്കാതെ, ഒരു വീട്ടിലാ താമസിക്കുന്നതെങ്കിലും കീരിയും പാപം പോലെ ജീവിച്ച് ജീവിതം മെഴുകുപോലെ ഉരുക്കി തീർക്കാൻ വേണ്ടി പിശാച് വിതച്ചിരിക്കുന്ന കള പറിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എരിഹോ ഇടിച്ചതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മാഹാത്മ്യം കൊണ്ട് മുമ്പിൽ നിൽക്കുന്ന മതിൽക്കെട്ട് ഇടിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പ്രത്യേക കരുണ നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. ബിൽദാദ് ഒരിക്കൽ പോലും സത്യം പറയാൻ സാധ്യതയുള്ളവനല്ല. തെറ്റിദ്ധാരണ പരത്തി അത് സൂചി കൊണ്ട് കുത്തുന്നത് പോലെ കുത്തി എന്നും കുറ്റം ചാർത്തി വേദനപ്പെടുത്തുന്നവരുടെ പട്ടികയിലെ മുൻനിരക്കാരനായിരിക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ദൈവം ഇനിയും നിൻ്റെ വായിൽ ചിരി നിറയ്ക്കും. പരിശുദ്ധാത്മാവിൽ ആ വാക്ക് ഞാൻ ദൈവവചനത്തിൽ നടത്തിയെടുത്ത് നിങ്ങളോട് പറയുന്നു. ഈ കൊല്ലം മുമ്പോട്ട് പോകുമ്പോൾ അധികം താമസിയാതെ, ചിലപ്പോൾ ഈ മാസം കടന്നു പോകുന്നതിനേക്കാൾ മുമ്പ് ദൈവം നിങ്ങളുടെ വായിൽ ചിരി നിറയ്ക്കും. എടുത്തു കളഞ്ഞ, നിന്നുപോയ, പുറകോട്ട് മാറ്റിയിട്ട, വിധി പറഞ്ഞ് തള്ളപ്പെട്ടിരിക്കുന്ന, കരയാനും ദുഃഖിക്കാനും സങ്കടപ്പെടാനും മാത്രമാണ് നിനക്ക് യോഗമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇനിയും ചിരി നിറയ്ക്കും. ദൈവം അത് ചെയ്യട്ടെ. ഇനിയും എന്ന വാക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ഇനിയും നീ സന്തോഷിക്കും, ഇനിയും നിനക്ക് യാത്രയുണ്ടാകും, ഇനിയും നിൻ്റെ ജീവിതം ധന്യമാകും, ഇനിയും നിനക്ക് തലമുറ ജനിക്കും, ഇനിയും നിന്നെ ചേർത്ത് നിർത്താൻ ആളുണ്ടാകും, ഇനിയും ദൈവം നിന്നെ മാനിക്കും, ഇനിയും നിൻ്റെ ജീവിതം ഉയർത്തപ്പെടും, ഇനിയും ദൈവം നിനക്ക് സന്തോഷം തരും, ഇനിയും ദൈവം നിന്നെ എത്തേണ്ടിടത്ത് എത്തിക്കാനുള്ള പദ്ധതി ഒരുക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവെഴുത്തിനായി, തിരുവചന സത്യത്തിനായി, ആത്മീക ദൂതിനായി നന്ദി നാഥ. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അതിര് കടന്ന സ്നേഹവും കരുതലും ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു വാക്യം പറഞ്ഞ് ദൈവജനത്തെ ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചത്. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇനിയൊരു ജീവിതമില്ല, ഇനിയൊരു മടങ്ങിവരവില്ല, ഇനിയൊരു സന്തോഷമില്ല, ഇനി എന്ത് നോക്കി ചിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളിൽ അത്യത്ഭുതമായി മാനുഷിക ചിന്തയ്ക്കപ്പുറമായി ദൈവം ഇനിയും വായിൽ ചിരി നിറയ്ക്കും എന്ന വചനം കർത്താവേ ഇന്ന് അവരുടെ ജീവിതത്തിൻ്റെ വിത്ത് പോലെ വിതയ്ക്കുകയാണ്. ഇത് മുളയ്ക്കട്ടെ, വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, അവരുടെ വീട്ടുകാരത് കാണട്ടെ, സംഭവിച്ചത് കേൾപ്പാനിടയാകട്ടെ. കർത്താവിൻ്റെ വചനം നിമിത്തം ജയമുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.